നമുക്ക് ആലപ്പുഴയിലെ KC വേണുഗോപാലിന്റെ മത്സര തട്ടകത്തിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുന്നു. ഹാഷ്മി അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. ഹാഷ്മി, വി ആർ ഫ്രം മഞ്ഞുമ്മൽ, ഞാൻ ഉൾപ്പെടെ. പറയൂ ഹാഷ്മി. മഞ്ഞുമൽ നാടിനും മഞ്ഞുമല്ലെ കുട്ടികൾക്കും മഞ്ഞുമല്ലെ ധൈര്യശാലികൾക്കും എൻ്റെ വക ഉറപ്പായും ഒരു അഭിവാദ്യങ്ങൾ അറിയിക്കണം എസ്കേൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ എന്താണ് അവസ്ഥ എന്നൊന്ന് രാവിലെ ഒന്ന് കറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. എസ്കേൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് കാണാം, അവിടെ ഒരു കടൽപ്പാലമുണ്ട്. ചരിത്രത്തിൻ്റെ മഹാപൈതൃകം പോലെ ഇങ്ങനെ ഓർമ്മകൾ പേറി നിൽക്കുകയാണ് ആ കടൽപ്പാലം. എസ്കേൻ, ഈ പറയുന്ന ഈ അറബിക്കടലോര തരൂര് മുതൽ കരുനാഗപ്പള്ളി വരെ നെടുങ്കൻ നീളത്തിൽ കിടക്കുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ. അപ്പോൾ കേരളത്തിൽ തന്നെ അത്തരത്തിൽ നീളത്തിൽ കിടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി. എസ്കേൻ, എന്താണ് ഒരു പവർ പ്ലേയിലൂടെ അല്ലെങ്കിൽ തീവാറും പോരാട്ടങ്ങളിൽ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി ആലപ്പുഴ മാറിയിരുന്നു KC വേണുഗോപാലിന്റെ വരവോടെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AM ആരിഫ് 20-ൽ 19 UDF-നെ ഭരിച്ചപ്പോൾ ഒരു കനൽത്തരിയായി LDF-നൊപ്പം നിന്ന മണ്ഡലമാണ്. ആ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് LDF-ന് അഭിമാന പ്രശ്നമാണ്. KC വേണുഗോപാൽ വരുന്നു. KC വേണുഗോപാൽ ഒരു സാധാരണ കോൺഗ്രസ്സുകാരനല്ല, ദേശീയ നേതൃത്വമാണ്. ദേശീയ നേതൃത്വം പറഞ്ഞാൽ അവിടുത്തെ ടോപ്പ് 5 പ്രധാനപ്പെട്ട നേതാക്കളുടെയും അഗ്രഗണ്യനാണ്. അതുകൊണ്ട് KC വേണുഗോപാലിന്റെ പരാജയം UDF-നോട് ആലോചിക്കാവതല്ല. അതിനിടയിലാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP-യുടെ ഒരു വിമൻ ഫൈറ്ററുടെ വരവ്. അപ്പോൾ കഴിഞ്ഞ തവണ ഡോക്ടർ KS രാധാകൃഷ്ണൻ പിടിച്ച വോട്ടിന് അപ്പുറത്തേക്ക് എത്ര വോട്ടുകൾ ശോഭ പിടിക്കുമെന്ന് ഈ ഇടതു വലത് മുന്നണികളിലെ കണക്കപ്പിള്ളമാർ അങ്ങനെ തലപോയിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് വളരെ സമ്പന്നമാണ്, രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് എസ്കേൻ ഈ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. ഇവിടെ നമുക്കറിയാം, ഈ പറയുന്ന പൊതുരാഷ്ട്രീയ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ ഈ കടൽ ഭിത്തി നിർമ്മാണം, കയർ തൊഴിലാളി പ്രശ്നങ്ങൾ, കർഷക ആത്മഹത്യ അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ചയാവുന്ന എസ്കേൻ അവിടെ നോക്കിയാൽ കാണാം. ആലപ്പുഴ ബൈപ്പാസാണ്. ആ ബൈപ്പാസാണ് ഈ ഇലക്ഷനിലെ പ്രധാന തുറുപ്പീടെന്ന് പറയാം. അത് 3 മുന്നണികൾ തുറുപ്പിച്ചിട്ടാണ്. LDF പറയും ഞങ്ങളാണ്, UDF പറയും ഞങ്ങളാണ്, NDA പറയും അതല്ല, ഞങ്ങളുടെ മികവുകൊണ്ട് കഴിവുകൊണ്ട് വന്നതാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ വികസന പ്രശ്നങ്ങളൊക്കെ അടക്കം വളരെ സജീവ ചർച്ചയാവുന്നുണ്ട്. എസ്കേൻ, ഇവിടെ നമ്മൾ രാവിലെ വരുമ്പോഴേക്ക് കുറച്ച് മത്സ്യത്തൊഴിലാളികളെ കണ്ടിരുന്നു. അവർ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഇന്നിപ്പോൾ കടലിൽ വെള്ളം കൂടുതലാണ്, കടൽ ചൂട് കൂടുതലാണ്, അതുകൊണ്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് ജസ്റ്റ് ചോദിച്ചു, അവിടെ ഇലക്ഷനൊക്കെ എന്തായി? ഇലക്ഷനെല്ലാം ഇങ്ങനെ പരിപാടിയെല്ലാം ഇങ്ങനെ ആയി വരികയാണ്. ഇവിടെ സ്ഥാനാർത്ഥികൾ 3 പേര് പ്രഖ്യാപിച്ചിട്ടുണ്ട്. KC വേണുഗോപാൽ, ആരിഫ്, സുജാത ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ശോഭാ സുരേന്ദ്രൻ, അത് തന്നെ. അങ്ങനെ ഇപ്പം ഇങ്ങനെ ഇലക്ഷൻ ചൂടായിട്ടില്ല, ആയി വരുന്നതേ ഉള്ളു. കണ്ടറിയേണ്ടത് തന്നെയാണ് കാര്യങ്ങൾ. ആരാണ് ജയിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇല്ല, എന്നാലും നമ്മളെ കണക്കൂട്ടും പ്രകാരം നോക്കിയാൽ KC ജയിക്കണം എന്നുള്ളതാണ് കണക്ക്. ജോലിക്ക് പോകുന്നല്ലേ? അത് കടൽ പണിക്കാരനാണ് ഞാൻ. ഇന്ന് പോയില്ല, കടൽ കൂടുതലാണ്, ഞാൻ പറഞ്ഞില്ലേ, കടൽ കൂടുതലാണ്. പിന്നെ ഈ ഇലക്ഷൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ശോഭാ സുരേന്ദ്രൻ വോട്ട് പിടിക്കുന്ന പോലെ ഇരിക്കും ജയവാർക്കും. കാര്യം അവർ നിന്ന മണ്ഡലങ്ങളിലൊക്കെ അവർ വോട്ട് ശതമാനം കൂടുതൽ പിടിച്ചിട്ടുണ്ട്. KC ജയിക്കുമെന്ന് പറഞ്ഞാൽ സിറ്റിംഗ് സീറ്റായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് രംഗം കടുക്കുകയാണ്. പ്രത്യേകിച്ച് KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി കൂടി മത്സരത്തിൽ ചേർന്നതോടെ ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് കളം സജീവമാകുന്നു.